പ്രിയ സഹോദരീ സഹോദരന്മാരെ, ലോകം മുഴുവൻ ആകാംക്ഷയോടെ റോമിലെ ജെമല്ലി ആശുപത്രിയിലേക്ക് പ്രാർത്ഥനാനിർഭരമായി ഉറ്റുനോക്കുകയാണ്. നമുക്കേറ്റവും പ്രിയങ്കരനും ക്രിസ്തുവിൻ്റെ വികാരിയും പ്രത്യാശയുടെ തീർത്ഥാടനത്തിൽ നമുക്ക് ശക്തിയും പകരുന്ന ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധ പിതാവ് രോഗാതുരനായിട്ട് അതിൻ്റെ ഗൗരവാവസ്ഥയിൽ കഴിയുകയാണല്ലോ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും നാം സമർപ്പിക്കുമ്പോഴും കൂടുതൽ തീഷ്ണമായി നമുക്ക് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് കനിഞ്ഞ് രോഗസൗഖ്യം നൽകി പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും തീർത്ഥാടകരായി നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ പിതാവ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതിനായിട്ട് ഫ്രാൻസിസ് പാപ്പയെ ഞാൻ 2 തവണയാണ് റോമിൽ വെച്ച് കണ്ടിട്ടുള്ളത്. ഒന്ന് പുതിയ മെത്രാന്മാരുടെ പ്രത്യേകമായ പരിശീലനത്തിന് റോമിൽ വിളിക്കപ്പെട്ടപ്പോൾ പാപ്പയുമായി ചെറിയ ഒരു സന്ദർശനമുണ്ടായിരുന്നു. ആ അവസരത്തിൽ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക, ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിത രീതികളിലൂടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച് പകർന്നു നൽകുക എന്നതാണ്. വീണ്ടും ആദിലീമിന വിസിറ്റിനായി 2019 പാപ്പയെ കാണുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിതാവ് കാണുന്ന അവസരമായിരുന്നു. ഞങ്ങളൊരുമിച്ച് ഉണ്ടായിരുന്ന ഭാരതത്തിലെ ലത്തീൻ മെത്രാന്മാർക്ക് പിതാവ് കൂടിക്കാഴ്ച അനുവദിച്ച അവസരത്തിൽ വിവർത്തകനായ ഒരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനെ പോലും പുറത്ത് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റണി സ്വാമി അദ്ദേഹത്തിന് വിവർത്തകനായി നിന്നുകൊണ്ട് ഞങ്ങളോട് വളരെ ഹൃദ്യമായി സംസാരിച്ച് ഞങ്ങളും പിതാവുമായിട്ട് സംസാരിച്ചു. അപ്പോഴും പിതാവിൻ്റെ വലിയൊരു ആശയം ഇത് തന്നെയായിരുന്നു. ക്രിസ്തുവിനെ പകർന്നു നൽകുന്നതിൽ ജീവിതം കൊണ്ട് ക്രിസ്തുവിലേക്ക് ആളുകളെ ആകർഷിക്കുവാൻ നമുക്ക് സാധിക്കണം. മിഷണറി ആയിട്ടുള്ളൊരു പാപ്പയാണ് അദ്ദേഹം. ആ മിഷൻ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതും പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം എടുക്കുന്ന നിലപാടാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ, ആ ദൈവത്തിൻ്റെ സൃഷ്ടിയെ സംരക്ഷിക്കുക മനുഷ്യൻ്റെ കടമയാണ്. അതിൽ മനുഷ്യൻ്റെ മഹത്വം, മനുഷ്യൻ്റെ മാഹാത്മ്യം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. മനുഷ്യ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള പിതാവിൻ്റെ ആ ചാക്രിക ലേഖനം എല്ലാ മനുഷ്യരും ഉണർന്ന് ചിന്തിക്കേണ്ടതാണ്. നാം എല്ലാവരും സഹോദരരാണ് എന്ന ആ ബോധ്യത്തോടെ നമ്മൾ വിളിച്ചു കൂട്ടുന്നത്. പ്രത്യേകമായും മതാന്തര സംവാദങ്ങളിലൊക്കെ പിതാവ് ഏർപ്പെടുമ്പോഴും യെക്കുറിച്ച് പിതാവ് പഠിപ്പിച്ചപ്പോഴുമൊക്കെ മനുഷ്യമഹത്വത്തിന്, മനുഷ്യജീവൻ്റെ മഹത്വത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന പിതാവ്, അതോ ഉത്തമമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താലും ബോധ്യത്താലും കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് വിവേചിച്ച് നമുക്ക് നൽകുന്ന പിതാവാണ്. ഈ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് രോഗസൗഖ്യം നൽകിക്കൊണ്ട് നമ്മളെ ഈ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ, ലോകത്തെ പഠിപ്പിക്കുവാൻ, നമ്മളെ നയിക്കുവാൻ, ക്രിസ്തുവിൻ്റെ വികാരി നമ്മോട് കൂടെ ആയിരിക്കുവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ,
അവിടുത്തെ അമ്മയായ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായും അവിടുത്തെ സംരക്ഷണമുണ്ട്, അവിടുത്തെ സാന്നിധ്യമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനെ അങ്ങ് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും പിതാവ് നിരസിക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈശോയെ, അങ്ങയുടെ പിതാവിൽ നിന്ന് ഈ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന്, പിതാവും പുത്രനും പരിശുദ്ധനുമായ സർവ്വേശ്വര അങ്ങയുടെ നാമത്തിന് എന്ന സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.